പോയില്ലല്ലോ. ഇപ്പഴാ കൊള്ളാവുന്നല്ലേ? എന്താ പോയില്ലേ? എന്താ പോണില്ല? എന്താ കൊള്ളാവാ? കൊള്ളത്തില്ലല്ലേ? ഞാൻ പറ്റിയതാ ഉറങ്ങിയപ്പോ. അതാ സത്യമേ. വീഡിയോ എടുത്തിട്ടുണ്ട്. നോക്കട്ടെ. എനിക്ക് ഒരു മിനിറ്റ്. എന്തുവാ കൊള്ളാവാ? ഇല്ലേ? കൊള്ളൂല്ല. ഹായ് ഗൈസ്, എൻ്റെ എല്ലാ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബെറ്റിലൂടെ എൻ്റെ താടിയൊക്കെ അങ്ങോട്ട് പോയി. ജച്ച താടി വടിച്ചു കളഞ്ഞു. അതായത് ഞാൻ ബാംഗ്ലൂരും കിങ്സിലും പഞ്ചാബുമായിട്ടുള്ള ആ ഒരു ഫൈനൽ മാച്ചിൽ ഞാൻ ജച്ചായുമായിട്ട് ആ ഒരു നിമിഷത്തിൽ ബെറ്റ് വെക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയായിട്ടുള്ള ആ കളിയിൽ ശ്രേയാസ് അടിച്ച് ജയിപ്പിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഇത്രയും വലിയ ടീമിനെതിരെ ഇത്രയും വലിയ ഫാസ്റ്റ് ബോളേഴ്സിനെതിരെ അടിച്ച് കളി ജയിപ്പിച്ച ശ്രേയാസ് ബാംഗ്ലൂരിലെ ബോളേഴ്സിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവരടിച്ചില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു കേട്ടോ കളി ജയിക്കുമെന്ന്, പഞ്ചാബ് ജയിക്കുമെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 റൺസൊന്നും അടിച്ചില്ലല്ലോ ഇവന്മാർ. ആരാണ് ബാംഗ്ലൂർ 200 റൺസൊന്നും അടിച്ചില്ല. പിന്നെ തിരിച്ച് നല്ല സ്റ്റാർട്ടിങ് ആയിരുന്നു പഞ്ചാബിൻ്റെ. പക്ഷേ ശ്രേയാസ് വന്ന് പോയപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റോണീസൊക്കെ വന്ന് ജയിക്കുമെന്ന്. പക്ഷേ വധേരയ്ക്ക് മുന്നേ സ്റ്റോണീസിനെയൊക്കെ ഇറക്കി ഒന്ന് ഫോം ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് മറ്റൊന്നായേനെ. എന്നാലും ശശാങ്ക് സിംഗ് മാക്സിമം ശ്രമിച്ചു. പക്ഷേ കളി എന്തോ എൻ്റെ ഭാഗ്യക്കേടാണെന്ന് തോന്നുന്നു. എൻ്റെ താടി പോകാൻ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു പഞ്ചാബ് കളി തോറ്റ് ബാംഗ്ലൂർ ജയിച്ചു. അപ്പം അന്ന് താടി പഠിക്കാനായിട്ട് പ്ലാനൊക്കെ ചെയ്ത് നിന്നെയാണ് ജയിച്ചത്. പക്ഷേ ഞാൻ അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയില്ല. കാരണം എൻ്റെ താടിയിലൊന്ന് തൊടുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം, അതായത് ഇന്നലെ രാത്രിയില്ല മിനിഞ്ഞാന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി ജച്ചാറിന് ഞാൻ ടി വി ആണോ നീ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു ഇതിനകത്ത് എന്തോ ഒരു ചതിയുണ്ടെന്ന്. പക്ഷേ ഞാനെന്ത് മനസ്സിലാക്കാതെ കഴിഞ്ഞ ദിവസം ഉറങ്ങാണ്ടിരുന്നത് കൊണ്ട് ഞാൻ ക്ഷീണിതനായി ഉറങ്ങിക്കിടന്ന് കുറച്ചൊരു ഇതായിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ താടിക്കകത്ത് എന്തോ എനിക്ക് അനുഭവപ്പെട്ടു, എന്തോ താടി പിടിച്ച് വലിക്കുന്ന പോലെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരാൾ മീൻ വെട്ടുന്ന കത്രികയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഒരു പീസ് കൊണ്ടുപോയി. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അന്നേരത്തെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് കുരുവൊക്കെ പെട്ട് ഞാൻ എൻ്റെ തെറിയൊക്കെ പറഞ്ഞു. പിന്നെ ജച്ചാ പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയല്ലേ ബെറ്റ് വെച്ചത്, നീയല്ലേ ബെറ്റ് സ്റ്റാർട്ട് ചെയ്ത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ താടിയൊക്കെ കുളമായതുകൊണ്ട് പിന്നെ മൊത്തം അങ്ങോട്ട് വടിച്ചു കളഞ്ഞു. ഈ വടിച്ച് കളയുന്നത് ജച്ചാ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്തായിരുന്നു. അത് വീഡിയോ ആക്കി എടുത്തിട്ട് വീഡിയോ ഇട്ട്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്ത് കോലമാടാ ഷവിയെന്ന് ചോദിച്ചു. താടിയൊക്കെ പോയിട്ട് ഞാൻ ഈ മീശയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പൊരിച്ചമീൻ കടിച്ചു പിടിച്ചാണൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എന്നെ വിളിക്കുകയും ചെയ്ത്, അതായത് വാട്സപ്പിൽ മെസ്സേജൊക്കെ വോയിസൊക്കെ അയച്ച് എന്നെ മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടിറങ്ങിയിട്ട് എന്നെ കാണുമ്പോൾ എന്നെ അറിയാവുന്നവരുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ റിയാക്ഷൻ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നേരെ റിയാക്ഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ താടിയൊക്കെ വടിച്ചു കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിരിക്കുവാണ്. മിക്കവരും അറിഞ്ഞിട്ടില്ല, ഇനി യൂട്യൂബിൽ അറിഞ്ഞാലേ ഉള്ളു. അപ്പം അറിയാത്തവർ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ രാവിലെ ദുവാടെ റിയാക്ഷൻ എടുത്തായിരുന്നു. ഇനിയിപ്പം വേറെ ആരെങ്കിലും ഫുള്ള് നമ്മുടെ കുക്കാൻ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് റിയാക്ഷൻ ഒരുപാട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. റിയാക്ഷൻ തടിയുടടാ തടി. അപ്പം അങ്ങോട്ട് പോകുന്ന വഴി നമ്മുടെ ഒരു കൈക്കാരനുണ്ട്. ചിലപ്പോൾ കാണുവാണെങ്കിൽ ചിലപ്പോൾ ചോദ്യം വരും. കുട്ടി വന്നിരിക്കുന്നു. പക്ഷെ നേരത്തേലും കുട്ടി വന്നിട്ടുണ്ട് കേട്ടാ. നമ്മൾ
ഞാൻ ഒരു ദിവസം താടി പഠിച്ചില്ലെങ്കിൽ എനിക്ക് താടി പെട്ടെന്ന് വളരും കേട്ടാ. ഡെയിലി തടിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് വളരും. എനിക്ക് പടത്തിൽ പറയുന്നത് എനിക്ക് ഇന്നും താടി പഠിച്ചില്ല സാർ, അതുകൊണ്ടാണ് ഇത്രയും താടി വളർത്തിയത്. അറിയുവാ ജാക്സൺ ഉണ്ടെങ്കിൽ ജാക്സന്റെ റിയാക്ഷൻ എടുക്കുക. ജാക്സൺ നിനക്ക് പൈസ വല്ലതും കുറഞ്ഞ അതാ അല്ല എന്താ സംഭവം? ഞാൻ അവള് വീഡിയോ എടുക്കുന്നില്ല, ഇതിന് മറുപടി IPL ഒരു ബെറ്റ് വെച്ചായിരുന്നു, അവളിങ്ങനെ വെട്ടിക്കളഞ്ഞു. പിടിച്ചിരിക്കാൻ പറ്റില്ല, ആരും പറഞ്ഞേക്കാം. നോക്കിക്കല്ല അടിപൊളി ലുക്കല്ലേ? സ്വന്തമായിട്ട് പറഞ്ഞാൽ മതി അടിപൊളി ലുക്ക്. മറ്റൊരാളെ പറയണ്ട അടിപൊളി മോശം. അപ്പൊ അങ്ങനെ നമ്മുടെ ജാക്സന്റെ റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആരെയും കാണത്തില്ലെന്ന് തോന്നുന്നല്ലേ. നോക്കാം, റിയാക്ഷൻ വല്ലവരും കാണുവാണെങ്കിൽ നമുക്ക് എടുക്കാം. കമന്റ് ഇട്ടായിരുന്നു. റിയാക്ഷൻ പറഞ്ഞോ. റിയാക്ഷൻ വീഡിയോ നല്ല ഞാൻ വിചാരിച്ചു ഇത്രയും വെച്ച് വെക്കുമെന്ന്. ഇവൻ പണ്ട് സ്കൂളിൽ പഠിക്കാൻ തന്നെ എങ്ങനെയാണെന്ന് അറിയാം, ഇത്രയും മാത്രമായിട്ട് വെച്ചോണ്ട് വരും. ഞാൻ വിചാരിച്ച അതേപോലെ വെക്കുമെന്ന്. ഓരോ ഇതിൽ വീഡിയോ ഇല്ലേ, ഓരോന്ന് പറ്റിയതാ. ഓരോ മറ്റേ സ്റ്റിക്കറാക്കാൻ പറ്റിയ ഓരോരോ പോസ് ഉണ്ട്. അതിൽ ഞാൻ 2-3 ഞാൻ കട്ട് ചെയ്തെടുക്കാം. ആ വീഡിയോ കട്ട് ചെയ്തിട്ട് ആ വീഡിയോ ഇട്ട് തരാം. നമ്മളെ കൂടെ പഠിച്ച റിയാക്ഷൻ എടുത്ത് കൊള്ളത്തില്ല, അടിപൊളി. മീശ ഉണ്ടല്ലോ, മീശയും കൂടെ പഠിച്ചേരി. അപ്പൊ അടുത്ത പറ്റിനാണ് മറ്റേ വീഡിയോ ജനറേറ്റർ പോയ വീഡിയോ നോക്കുമ്പോ കിട്ടിയത് ആരാ? നിനക്ക് അറിയാവുന്ന ആരാണ്? എനിക്ക് അറിയാവുന്നവനാണ് ഞാൻ വീട്ടിൽ. ഞാൻ വിചാരിച്ചു അറിയാവുന്ന കൊള്ളട്ടെന്ന് വിചാരിച്ചാണ് ഈ താതാ വിളിക്കുന്നത്. ഹെൽമെറ്റ് എങ്ങനെയുണ്ട്? പിന്നെ സെറ്റായി. നീ ആദ്യം പറഞ്ഞ വൃത്തികേടാണെന്നാണല്ലോ. എങ്ങനെയുണ്ട്? വൃത്തികേടാണ്. പെട്ടെന്ന് നമ്മള് കണ്ടായിരുന്നു, പുള്ളിരുന്ന് കണ്ട്. എങ്ങനെയുണ്ട്? തെറ്റി കൊള്ളത്തില്ലെന്ന് എനിക്ക്. നീ വന്നപ്പോ തന്നെ എന്ത് വൃത്തികേടാണെന്നാണെന്നല്ലേ പറഞ്ഞ? അടെ നല്ലത് നല്ലതെന്ന് പറഞ്ഞു. വൃത്തികേടാണ് ആണെങ്കിൽ ആണെന്ന് പറയാം. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ പറയരുത്, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. ഇപ്പൊ കൊള്ളത്തില്ല എന്ന് പറയാം. യൂണിഫോം വരുമ്പോ മനസ്സിലാക്കിയാൽ മതി എന്തിനാ താടി പഠിച്ചത്. ഇപ്പൊ മറ്റേ നമ്മുടെ അതേ ഇതുണ്ടല്ലോ, അതേ കാട്ടിൽ ഒരാളുണ്ടല്ലോ, മറ്റേ എന്തുവരുന്ന അങ്ങേരുടെ പേര് വീരപ്പനെ പണക്കിരിക്കുന്നു. ഇപ്പൊ സെലക്ഷന്റെ റിസൾട്ട് ഇപ്പോഴാണ് ട്രെയിനിങ്ങിന് പോവുക. ചോദിച്ചു അത് നിങ്ങളെ എടുക്കത്തില്ല അവിടെ. ഇത്രയും മീശുള്ള ആൾക്കാരെ എടുക്കത്തില്ല. അതുകൊണ്ട് താടി പഠിക്കാൻ പറഞ്ഞില്ല. നിന്റെ താടിയൊന്നും കാണിക്കും എന്നെ കളിയാക്കുന്നു. രണ്ട് അഭിപ്രായം പറഞ്ഞു ഇതിനെ പറ്റി. റെസ്പോൺസ് പറയാനാണ് പറഞ്ഞു. എന്തോ നമ്മളെ അഭിപ്രായം പറ. എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. രാത്രി ഉറങ്ങിക്കണമെന്നപ്പം പഠിച്ചാൽ കൊള്ളത്തില്ലേ? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല.
മീശയും കൂടി കളഞ്ഞിരുന്നെങ്കിൽ ഉഗ്രനാണ്. ഏത് വേറെ മൂടാ സതീശൻ മൂടാവും. ഉദ്ദേശം കൂടെ എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് പോയപ്പോ അതിന്റെ ഇടയ്ക്ക് എന്താ ചോദിച്ചു? എന്ത് ചോദിച്ചു? താടി എന്താ കുഴപ്പം? എന്താ ഇതെന്താ ലുക്കല്ലേ? ഇത് ഉറക്കുന്ന വാങ്ങാണ്ട് മാറ്റടി. അല്ല, ഇത് റിയാക്ഷൻ വേണം. ഇതെന്താ കുഴപ്പമില്ല, പക്ഷെ പറയാൻ അഭിപ്രായം പറ. ഇത് ഉറക്കടാ, കട്ടി ഉറക്കടാ. എങ്ങനെയുണ്ട്? കൊള്ളാവാ. കണ്ട, നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ ചതിക്കത്തില്ല. കൊള്ളാവെന്ന് പറയുന്നുണ്ട്, കുറെ പേര് കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ട്. കണ്ട, നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ നമ്മളിത് ഈ പെട്രോൾ പമ്പിലെ ഈ ഒരു ബൈക്ക് ഞാൻ ഇറങ്ങത്തില്ലായിരുന്നു.